നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. എന്നാൽ വധശിക്ഷ ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് വധശിക്ഷ ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് കേസ് അവസാനിക്കുന്നതുവരെ വധശിക്ഷ നീട്ടിവെക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നിസ്സഹായരാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് വധശിക്ഷ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് പല ആൾക്കാരും വിചാരിച്ചിരുന്നത്. നിമിഷപ്രിയയുടെ കുടുംബവും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എന്തായാലും യമനിലെ നേഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ വനിതയുടെ വധശിക്ഷ ജൂലൈ 16 യമനിൽ തൂക്കിലേറ്റേണ്ടതായിരുന്നു. കേസിന്റെ തുടക്കം മുതൽ ഇന്ത്യൻ സർക്കാർ നിമിഷപ്രിയയുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നു. അടുത്ത കാലത്തായി എതിർകക്ഷിയുമായി ചർച്ച നടത്തി സമവായ പരിഹാരത്തിലെത്താൻ നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൂടുതൽ സമയം നൽകുന്നതിന് സർക്കാർ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. എന്തായാലും യമനിലെ സന ജയിലിലെ അധികാരികളുമായും യമനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ശ്രമഫലമായിട്ടാണ് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ മാറ്റിവെക്കാൻ നിലവിൽ കഴിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കേരള നേഴ്സായ നിമിഷപ്രിയയെ ഇന്ന് യമനിൽ തൂക്കിലേറ്റേണ്ടതായിരുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു തൊഴിലാളി വർഗ്ഗ കുടുംബത്തിലാണ് നിമിഷപ്രിയ ജനിച്ചത്. നഴ്സിംഗ് പഠനത്തിന് ശേഷം 2008 അവർ യമനിലേക്ക് പോയി. അവിടെ വിവിധ ആശുപത്രികളിൽ നഴ്സായി അവർ ജോലി ചെയ്തു. 2011 അവർ ഇന്ത്യയിലേക്ക് മടങ്ങി. കേരളത്തിലെ ഇടുക്കി സ്വദേശിയായിട്ടുള്ള ടോമി തോമസിനെ വിവാഹം കഴിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ദമ്പതികൾ യമനിലേക്ക് മടങ്ങി. യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിൽ സ്ഥിരതാമസമാക്കി. അവിടെ വെച്ച് അവർക്കൊരു പെൺകുഞ്ഞും ജനിച്ചിരുന്നു. 2015 കുറഞ്ഞ വരുമാനത്തിൽ മടുത്ത നിമിഷയും ടോമിയും സ്വന്തമായ ഒരു ക്ലിനിക്ക് തുറക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു. വിദേശികൾക്ക് യമനിൽ ബിസിനസ് ചെയ്യാൻ അനുവാദമില്ലാത്തതിനാൽ നിമിഷ തന്റെ യമനിലെ സഹപ്രവർത്തകനായിട്ടുള്ള തലാൽ അബ്ദോ മെഹദിയുമായി ചേർന്ന് ബിസിനസ് ആരംഭിച്ചു. നാട്ടുകാർ ക്ലിനിക്കിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ക്ലിനിക്ക് വലിയ രീതിയിൽ പച്ചപിടിക്കുകയായിരുന്നു. നിമിഷയെ ഒറ്റിക്കൊടുത്ത് ക്ലിനിക്കിന്റെ ഉടമസ്ഥാവകാശം കൈക്കലാക്കാൻ തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കൈക്കലാക്കിയെന്ന് പറയുന്നു. നിമിഷപ്രിയയെ ചൂഷണം ചെയ്യാനും തുടങ്ങി. യമൻ പൗരനായ തലാലിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ നിമിഷപ്രിയ പോലീസിൽ സഹായം തേടി. പക്ഷേ പോലീസ് നിമിഷയെ അറസ്റ്റ് ചെയ്ത് 6 ദിവസം ജയിലിൽ അടച്ചു. ഭരണകൂടവും നിമിഷയ്ക്കെതിരെ തലാലിന്റെ പീഡനം വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണടച്ചു കൊടുത്തു എന്ന് പറയുന്നു. അയാളെ ഒഴിവാക്കാനും പാസ്പോർട്ട് തിരികെ ലഭിക്കാനും നിമിഷ തലാലിന് ചില കുത്തിവയ്പ്പുകൾ നൽകി. ആദ്യ തവണ തലാൽ ബോധരഹിതനാവുകയും എന്നാൽ രണ്ടാമത്തെ കുത്തിവയ്പ്പിൽ അയാൾ മരിക്കുകയും ചെയ്തതായി പറയുന്നു. അങ്ങനെ 2017 തന്റെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള തലാൽ അബ്ദോ മെഹദിയെ കൊലപ്പെടുത്തി ഒളിച്ചോടിയതിന് നിമിഷപ്രിയ അറസ്റ്റിലായി. ഇതിനുശേഷം യമൻ കോടതിയിൽ അവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി വരികയായിരുന്നു. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. കേന്ദ്ര സർക്കാർ തങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കിയിട്ടില്ല, നീട്ടിവച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി കേന്ദ്രത്തിൻ്റെ ഒരു നയതന്ത്രത്തിൻ്റെ ഫലമായി എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.